അഴുമ മിസ്സാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഓണവും കഴിഞ്ഞു, ഓണസദ്യയും കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ബാക്കി? ഓണപരീക്ഷയ്ക്ക് എഴുതിയ കുറച്ച് പേപ്പറുകളായിരിക്കും അല്ലേ? അത് കിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ കുറെ ആളുകളെങ്കിലും വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ച ആളുകളെ, നന്നായിട്ട് എക്സാം എഴുതിയ ആൾക്കാർ അല്ലെ, വളരെ ഹാപ്പി ആയിട്ട് പേപ്പറൊക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകാനും ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കുറച്ച് ആളുകളുണ്ട് അല്ലെ, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്നാൽ കുറെ ഒന്നും പറ്റിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണമെന്ന് ഇനിയും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ കുറേ പഠിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്ത് ചെയ്തു? നടന്നില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റി. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്ത് അടുത്ത പ്രാവശ്യത്തെ എക്സാം കുറച്ചുകൂടെ സൂപ്പർ ആക്കാം എന്നുള്ളതിന് കുറച്ച് ടിപ്സുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളൊക്കെ അല്ലേ നമ്മൾ യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതും അവസാന ദിവസമായിരിക്കും ക്ലാസ്സുകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക. ആ ശീലം ഒന്ന് മാറ്റി സൈലത്തിനോടൊപ്പം എല്ലാ ദിവസവുമുള്ള യൂട്യൂബ് ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഗ്രാജ്വലി നിങ്ങൾ പഠിത്തവുമായിട്ടൊന്ന് അറ്റാച്ച് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടി ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് കരുതി നിങ്ങളും അതുപോലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് പഠിക്കാമെന്ന് വിചാരിച്ച് അത് നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ ഇതേപോലെ 10 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ ഇത്രയും മണിക്കൂർ പഠിക്കാമെന്ന് വിചാരിച്ച് അതും നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. മറ്റൊരാൾക്കനുസരിച്ച് നിങ്ങളെ ഇങ്ങനെ മാറ്റാതെ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ള സമയം, ആ സമയത്തിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങുക. പിന്നെ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലേ? ചിലർക്ക് മലയാളമായിരിക്കും എളുപ്പമുള്ള സബ്ജക്റ്റ്, ചിലർക്ക് മാത്സ് ആയിരിക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ചിലർക്ക് അതേപോലെ തന്നെ സയൻസ് ആയിരിക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. ഇനി ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെങ്കിലും ആ സബ്ജക്റ്റിനെ കുറിച്ച് ബുക്ക് പോലും തുറന്നു നോക്കാൻ മടി കാണിക്കാറുണ്ട് അല്ലേ നമ്മൾ? ആ ശീലം നമ്മളൊന്ന് മാറ്റണം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണോ ആ വിഷയത്തിന് വേണം നമ്മൾ കുറച്ചധികം പ്രാധാന്യം കൊടുക്കാൻ. നമുക്ക് സാധാരണ പനിയൊക്കെ ആകുമ്പോൾ ആ സമയത്ത് അമ്മയും അച്ഛനൊക്കെ നമുക്ക് കുറെ അധികം കെയർ തരാറില്ലേ? അതേപോലെ തന്നെ നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റിന് വേണം നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ശീലമാക്കുക. പിന്നെ പഠിക്കുക എന്ന് പറയുന്നത് എക്സാം വരുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമുക്കിടെ എല്ലാ ദിവസത്തിലും കുറച്ച് സമയം നമ്മൾ എന്തായാലും പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ഇനിയും എക്സാമുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് നമുക്ക് അടിപൊളിയാക്കണം. അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പം മുതൽ തന്നെ നമുക്ക് ആരംഭിക്കാം. ഓൾ ദി ബെസ്റ്റ്.